വചനം 30. വാക്കർത്ഥം. വഖാലർ റസൂലു, റസൂൽ പറയുന്നു, പറയുകയും ചെയ്തു, യാ റബ്ബി, എൻ്റെ റബ്ബേ, രക്ഷിതാവേ, ഇന്ന ഖൗമി, നിശ്ചയമായും എൻ്റെ ജനത, ഇത്തഖദു, അവർ ആക്കിയിരിക്കുന്നു, ഹാദൽ ഖുർആന, ഈ ഖുർആനെ, മഹ്ജൂറൻ, വർജിക്കപ്പെട്ടത്, പുറം തള്ളപ്പെട്ടത്, വെടിയപ്പെട്ടത്. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. റസൂൽ പറയുന്നു, എൻ്റെ രക്ഷിതാവേ, എൻ്റെ ജനങ്ങൾ ഈ ഖുർആനെ വർജിക്കപ്പെട്ടതാക്കി കളഞ്ഞു. വചനം 31. വാക്കർത്ഥം. വകദാലിക, അപ്രകാരം, ജഅൽന, നാം ആക്കിയിരിക്കുന്നു, ലികുല്ലി നബിയ്യിൻ, എല്ലാ നബിമാർക്കും, അദുവൻ, ഓരോ ശത്രുവെ, മിനൽ മുജ്രിമീന, കുറ്റവാളികളിൽപ്പെട്ട, വകഫാ ബിറബ്ബിക, നിന്റെ റബ്ബ് തന്നെ മതി, ഹാദിയൻ, മാർഗദർശകനായിട്ട്, വനസീറൻ, സഹായകനായും. وكذلك جعلنا لكل نبي عدوا من المجرمين وكفى بربك هاديا ونصيرا. അപ്രകാരം തന്നെ ഓരോ പ്രവാചകനും കുറ്റവാളികളിൽപ്പെട്ട ഓരോ തരം ശത്രുവെ നാം ഏർപ്പെടുത്തിയിരിക്കുന്നു. മാർഗദർശകനായും സഹായകനായും നിന്റെ രക്ഷിതാവ് തന്നെ മതി. 30-31 വചനങ്ങളുടെ വിശദീകരണം. തൗഹീദിലേക്കും ഖുർആനിലേക്കും എല്ലാ വിധേനയും ക്ഷണിച്ചു നോക്കിയിട്ടും ജനങ്ങൾ മർക്കടമുഷ്ടി കൈവിടാതിരിക്കുന്നത് കണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അല്ലാഹുവിനോട് സങ്കടപ്പെടുകയാണ്. റബ്ബേ, എന്നെ നീ ഏതൊരു ജനതയിലേക്ക് നിയോഗിച്ചിരിക്കുന്നുവോ അവർ, എൻ്റെ സ്വന്തം ജനത, ഈ മഹത്തായ ഖുർആനെ പാടെ അവഗണിച്ച് പുറംതള്ളിയിരിക്കുകയാണേ. നിന്റെ വാഗ്ദാനങ്ങളും താക്കീതുകളും അവർ വിലവെക്കുന്നില്ല. ഈ സങ്കടാവസ്ഥയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ഇങ്ങനെ ആശ്വാസം നൽകുന്നു. ഇത്തരം ശത്രുക്കൾ നബിയെ തനിക്കു മാത്രമല്ല, പാപകൃത്യങ്ങളിലും കുറ്റകരങ്ങളായ അഴിമതികളിലും മുഴുകിയിരുന്ന ഓരോ തരം ശത്രുക്കൾ എല്ലാ നബിമാർക്കും ഉണ്ടായിരുന്നു. എങ്കിലും അവസാനം വിജയവും രക്ഷയും ലഭിക്കുന്നത് നബിമാർക്കും അവരുടെ അനുയായികൾക്കും തന്നെയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ക്ഷമ കൈക്കൊള്ളുക. പ്രബോധന വിഷയത്തിലാകട്ടെ മറ്റു തുറകളിലാകട്ടെ തനിക്കാവശ്യമായ സഹായം നൽകുവാനും തൻ്റെ രക്ഷിതാവായ ഞാൻ മാത്രം മതി, മറ്റാരും അതിനാവശ്യമില്ല. യഥാർത്ഥമായ മാർഗദർശനവും സഹായവും നൽകുവാൻ മറ്റാർക്കും സാധ്യവുമല്ല.